ഓണം മെമ്പർ എടുത്തവരാണെങ്കിൽ ഈ വർഷത്തെ ഓണം മെമ്പറിന്റെ യഥാർത്ഥ വിജയി ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഓണം മെമ്പറിന്റെ ഫസ്റ്റ് പ്രൈസ് ആയ 30 കോടി അടിച്ച ഒരാൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. 30 കോടിയാണ് ഗ്രോസ് പ്രൈസ് മണി. ഇതിന്റെ 10% ഏജൻസി കമ്മീഷനായിട്ട് പിടിക്കും. അതായത് 3 കോടി രൂപ. പോയിട്ട് നമുക്കുള്ളത് 27 കോടി രൂപ. ഈ 27 കോടിയുടെ മുകളിൽ 30% ഇൻകം ടാക്സിന്റെ TDS അപ്ലൈ ചെയ്യും. 27 കോടിയുടെ 30% എന്ന് പറയുമ്പോൾ 8.10 ക്രോസ്. 8.10 ക്രോസിന്റെ 25% സർചാർജ് എന്ന് പറയുമ്പോൾ 2.03 ക്രോസ്. ഈ ഇൻകം ടാക്സും സർചാർജും കൂടെ കൂട്ടിയ എമൗണ്ട്, അതായത് 10.13 ക്രോസിന്റെ മുകളിൽ 4% എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ചാർജ് ചെയ്യും, അതായത് 41 lakhs. ഇങ്ങനെ ഇൻകം ടാക്സ് 8.10 ക്രോസും സർചാർജ് 2.03 ക്രോസും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 0.41 ക്രോസും കൂടെ കൂട്ടി 10.53 ക്രോസ് ടോട്ടൽ ടാക്സ് ഡിഡക്ഷൻ വരും. സോ 30 കോടി രൂപ ലോട്ടറി അടിച്ച ആൾക്ക് ഏജൻസി കമ്മീഷനും ടാക്സ് ഡിഡക്ഷനും പോയിട്ട് കയ്യിൽ എത്ര കിട്ടും? 16.47 ക്രോസ്. സോ 30 ക്രോസ് അടിച്ച വിന്നറിന് കിട്ടുന്നത് 16.47 ക്രോസ് ആണെങ്കിൽ ഗവൺമെന്റിന് ഇൻകം ടാക്സ് വകയിൽ കിട്ടുന്ന എത്രയാ? 10.53 ക്രോസ്. സോ ലോട്ടറി ആർക്കടിച്ചാലും ഇവിടെ യഥാർത്ഥത്തിൽ വിൻ ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി ഡു ഫോളോ അവർ ചാനൽ. Thank you.